സുപ്രധാന വിവരങ്ങൾ വരുന്നു. ജമ്മുവിൽ ഡ്രോണുകൾ മാത്രമല്ല മിസൈലുകളും എത്തിയതായി ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ജമ്മു ആണ് ഇപ്പോൾ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ജമ്മുവിൽ പാകിസ്ഥാൻ ആക്രമണം, ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകളെ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് ആണ്, ഗുരുദാസ്പൂരിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്, പഞ്ചാബ് നഗരമായ ഗുരുദാസ്പൂരിലും ബ്ലാക്ക് ഔട്ട് ആണ്. അതായത് ജമ്മുവും ഗുരുദാസ്പൂരും ഇപ്പോൾ ഹൈ അലേർട്ടിലാണ്. പാകിസ്ഥാൻ ജമ്മുവിനെ ലക്ഷ്യമിടുന്നു. ഗുരുദാസ്പൂരിലും ആക്രമണ ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഗുരുദാസ്പൂരിലും ജമ്മുവിലും ബ്ലാക്ക് ഔട്ട് ആണ്. സമ്പൂർണ്ണമായും വെളിച്ചം അടച്ചിരിക്കുകയാണ്. ജമ്മുവിലേക്ക് മിസൈൽ ആക്രമണവും ഉണ്ടായതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു. കനത്ത ജാഗ്രതയിലാണ് രാജ്യം. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം ഉണ്ടാവുന്നു. രാത്രിയിൽ ഇന്നലെ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇന്നലെ പാകിസ്ഥാന്റെ ശ്രമം ഒരു ഇന്ത്യൻ മിലിറ്ററി ടാർഗറ്റിലേക്കും എത്തിയിരുന്നില്ല. ഇന്ത്യയുടെ S-400 പടച്ചട്ട പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ന്യൂട്രലൈസ് ചെയ്തിരുന്നു. ഇപ്പോഴും പാകിസ്ഥാന്റെ ഏതെങ്കിലും ആക്രമണം ലക്ഷ്യവേദിയായതായി വിവരമില്ല. പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ജമ്മു വിമാനത്താവളത്തിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോണുകൾ, പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ജമ്മു എയർപോർട്ടായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളും ജമ്മു ലക്ഷ്യമിടുന്നു. പത്താൻകോട്ടിലും ബ്ലാക്ക് ഔട്ട് ആണ്. ഇപ്പോൾ ജമ്മു, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ മൂന്നിടങ്ങളിലാണ് ബ്ലാക്ക് ഔട്ട് വരുന്നത്. ഡ്രോണുകൾ കൂട്ടമായി എത്തിയെന്നാണ് ജമ്മു കാശ്മീർ നിവാസികളുടെ ആദ്യത്തെ പ്രതികരണമായി വരുന്നത്. എവിടെയും ഡാമേജ് ഉള്ളതായി ഇതിനോടകം റിപ്പോർട്ടില്ല. പക്ഷേ ജമ്മുവിലും ഗുരുദാസ്പൂരിലും പാകിസ്ഥാൻ ആക്രമണ ശ്രമം, ഏറ്റവും ലളിതമായി നമുക്ക് പറയാൻ കഴിയുന്നത് ജമ്മുവിലും ഗുരുദാസ്പൂരിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം. ജമ്മു, ഗുരുദാസ്പൂർ, പത്താൻകോട്ട് മൂന്നിടങ്ങളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആണ്. രാജ്യം അതീവ ജാഗ്രതയിലും.